ഉണ്ട്. അപ്പൊ നോക്കിക്കോണേ, നല്ലോണം നമസ്കരിച്ചോ, കഴിച്ചോ. അസലായിട്ട് കളിച്ചു കേട്ടോ. ബാല് ഫ്രണ്ടിലോട്ട് വെക്കണേ. Before we begin with the show, we would like to light the lamp and give a good start to today's performance. I request all the dignitaries to kindly light the lamp and give a good start to the show. വളരെ ഫേമസ് ആണ്. എവിടെ പോയാലും ഏത് യൂത്ത് ഫെസ്റ്റിവലിലും എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ കരച്ചിൽ സീൻ എല്ലാവരും ഇടും. എന്തായാലും കരച്ചിലിനപ്പുറത്തേക്ക് കുറച്ച് സന്തോഷങ്ങൾ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയെന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി തന്നെ സാർ എന്ന് പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, അന്ന് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ തോന്നി പോസിറ്റീവായിട്ട്, ആ കുട്ടിയോട് പോസിറ്റീവായിട്ട് ഒരു അപ്രോച്ച് തോന്നി. പിന്നീട് ആ കലാകാരി അതിന് മുകളിലേക്ക് ഉയർന്നപ്പോൾ സന്തോഷം തോന്നി. ഇതൊക്കെ നടന്ന ഈ സന്ദർഭങ്ങളൊന്നും തന്നെ ഞാനില്ല. ഇങ്ങനെ എത്രയോ പേരുടെ പ്രാർത്ഥനയായിരിക്കും എനിക്കുണ്ടായ നന്മകൾ. ഇവിടെയുള്ള അനുമോളാണെങ്കിൽ ചെന്നൈയിൽ ഷൂട്ടിലായിരുന്നു. അപ്പോൾ അനുവിനെ വിളിക്കുമ്പോൾ അനു ആദ്യം പറഞ്ഞു 26 ഫ്രീ ആണോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മിഞ്ഞാന്ന് പറഞ്ഞു അവർ 26 കൂടി ഷൂട്ടിന് ചോദിക്കുന്നുണ്ട്. ഞാൻ 5:45 ഫ്ലൈറ്റിന് ഇവിടെ വരട്ടെ. അപ്പോൾ 5:45 ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ 6:45 7 മണിയാവും. പിന്നെ ഇവിടെ എത്തുമ്പോഴേക്കും പരിപാടിയൊക്കെ തീരാറാവും. നീ വെറുതെ ബുദ്ധിമുട്ടണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ക്രീൻഷോട്ടൊക്കെ എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒക്കെ വിട്ടേക്ക്, ഗുരുവായൂരപ്പൻ തീരുമാനിക്കട്ടെ. ഗുരുവായൂരപ്പൻ എന്താണോ തീരുമാനിക്കുന്നത് അതുപോലെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. ഗുരുവായൂരപ്പൻ തീരുമാനിച്ചു, അവളുടെ ഷൂട്ട് ക്യാൻസലായി. അപ്പോൾ കാരണം അത് ഒരു ഇനോഗ്രേഷൻ ആണെങ്കിൽ എനിക്ക് വിഷമം വന്നേനെ. ഷൂട്ടെന്ന് വെച്ചാൽ കണ്ടിന്യൂ. എൻ്റെ വിഷമത്തിനൊക്കെ ഒരു ഉത്തരം എന്ന് പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയതാണ് സിനിമ. അതുകൊണ്ട് തന്നെ മരണം വരെ നൃത്തത്തെ സ്നേഹിക്കും. ഞാനൊരു നർത്തകിയായതിനു ശേഷമാണ് ഒരു സിനിമാ നടിയായത്. പക്ഷേ ഞാൻ എത്രത്തോളം നൃത്തത്തിനെ സ്നേഹിക്കുന്നു അത്രത്തോളം ഞാൻ സിനിമയെയും അഭിനയത്തിനെയും സ്നേഹിച്ചു കൊണ്ടേയിരിക്കും. അതിന് യാതൊരു സംശയമില്ല. എൻ്റെ മരണം വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കടപ്പെട്ടിരിക്കുന്ന ഒരു മാധ്യമം തന്നെയാണ് സിനിമ എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പം രചന പറഞ്ഞ പോലെ തന്നെ യൂത്ത് ഫെസ്റ്റിവലിൽ എല്ലായിടത്തും പയറ്റിയൊക്കെ തന്നെയാണ് ഞാനും വന്നിട്ടുള്ളത്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട്. എൻ്റെ വീട്ടിൽ ആരും ഡാൻസ് പഠിച്ചവരില്ല, കലയായിട്ട് ബന്ധമുള്ളവരില്ല. വേണമെങ്കിൽ കോളേജിൽ പോയ ആളുകൾ പോലും ഇല്ലാത്തൊരു വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പം ഞാൻ കോളേജ് പഠിക്കാൻ ഫൈറ്റ് ചെയ്ത് കോളേജിൽ പോയ ഒരാളാണ്. ഡാൻസ് പഠിക്കാൻ ഞാൻ ഒരാഴ്ചയൊക്കെ പട്ടിണി കിടന്നിട്ടാണ് എന്നെ ഡാൻസിന് വിട്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ വന്ന ഒരാളാണ്. അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് വന്ന ഞാൻ പറയുകയാണ്, എനിക്കിങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടില്ല, ആരും പറഞ്ഞു തന്നിട്ടില്ല, കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇന്ന് ഇതിനൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പം അതിന്ന് മാക്സിമം നിങ്ങൾ ഗ്രാബ് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. നിങ്ങളുടെ പാരൻസ് ആണെങ്കിലും നിങ്ങൾക്കൊരു ബെസ്റ്റ് സ്പേസ് കൊണ്ട് തന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ഇട്ടിട്ടുള്ള ഈ ഡ്രസ്സാണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും എന്ത് ഭംഗിയായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. അപ്പം നമ്മളൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ഇട്ടിട്ടാണ് നമ്മൾ കളിക്കുന്നത്. എവിടെന്നെങ്കിലുമൊക്കെ റെൻറ്റിനൊക്കെ എടുത്ത് ഇങ്ങനെ ഒരു കോർഡിനേറ്റഡ് ഒന്നും ആയിരിക്കില്ല. നിങ്ങൾ എന്ത് വൃത്തിയായിട്ട് കോർഡിനേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ ഭയങ്കര ലക്കിയാണ് ആ കാര്യത്തിൽ. അപ്പം അതുകൊണ്ട് അത് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാണ് വേണ്ടത്. അതല്ലാണ്ട് അയ്യോ അത് കിട്ടിയില്ലല്ലോ, ഇത് ശരിയായില്ലല്ലോ, ഇനി അങ്ങനെ കംപ്ലയിൻസ്